സുഹൃത്തുക്കളെ, അടുത്തതായിട്ട് നമ്മൾ വിശകലനം ചെയ്യുന്ന കാര്യം ഭാഷ എന്നതിനെക്കുറിച്ചിട്ടാണ്. എന്താണ് ഈ ഭാഷ? ഈ ആശയങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഭാഷ. അത് യഥാർത്ഥത്തിൽ രണ്ട് തരമുണ്ട് എന്ന് തന്നെ പറയാമെന്നർത്ഥം. ഒന്ന് പ്രകൃതിയുടെ ഭാഷ. പ്രകൃതി അതിൻ്റെ സൃഷ്ടികൾക്ക് ഒക്കെ ഒരു ആശയവിനിമയം നടത്തുന്നുണ്ട്. ആ സംവിധാനം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു സംവിധാനമാണ്. അതനുസരിച്ച് അത് നിലനിൽക്കുന്നു, അത് പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിൽ കുറേ വസ്തുക്കൾ ഇൻപുട്ടായിട്ട് എടുക്കുന്നു, കുറേ വസ്തുക്കൾ ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് കളയുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സിസ്റ്റമാണത്. ഈ സിസ്റ്റം നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും അതിന് ലഭിക്കുന്നത് പ്രകൃതിയുടെ ഭാഷയിലൂടെയാണ്. അതാണ് ഈ അനുഭൂതികൾ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഇവിടെ നിന്ന് നുള്ളിയാൽ അപ്പോൾ ഒരു വേദന ഉണ്ടാവും. അത് ഒരു അനുഭൂതിയാണ്. ഈ സംഗതി കൊണ്ട് നമ്മളെ ശരീരത്തിന് അനുഭവപ്പെടുന്ന ഒന്നാണത്. അതേപോലെ തന്നെ ശരീരത്തിന് നമുക്ക് ദാഹിക്കുക, മൂത്രമൊഴിക്കുക, മൂത്രം മുട്ടുക, അല്ലെങ്കിൽ മൂത്രശങ്ക, അപ്പിശങ്ക, ദാഹശങ്ക, വിശപ്പ് ശങ്ക, ഇതൊക്കെ തന്നെ നമ്മൾ അറിയുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ അതാണ് പ്രകൃതിയുടെ ഭാഷ. ഭയം, അസുഖം, മുറിവുകൾ, ഇങ്ങനെയുള്ള എല്ലാ പ്രകൃതിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരം, ജീവനുള്ള ശരീരത്തിൻ്റെ എല്ലാ പ്രതികരണങ്ങളും പ്രകൃതിയുടെ ഭാഷയാണ്. ഈ ഭാഷ യഥാർത്ഥത്തിൽ അവനുണ്ടായ പോലെ തന്നെ അല്ലെങ്കിൽ മനുഷ്യനുണ്ടായ പോലെ തന്നെ ഉള്ളതാണ്. അത് എല്ലാ ജീവികൾക്കും ഉണ്ട്. കുറഞ്ഞോ കൂടിയോ ആയിട്ട് അവയൊക്കെ ഈ ഭാഷയിലൂടെ അവയുടെ ജീവൻ നിലനിർത്തുന്നു. നേരെ മറിച്ച് നമ്മൾ അറിയാതെ സ്വയം ഡെവലപ്പ് ചെയ്ത ഒരു ഇതുണ്ട്. അതാണിപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഭാഷ. അതിന് സിംബോളിക് ഇൻട്രാക്ഷൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ പ്രതീകങ്ങളുടെ വിനിമയം എന്നോ പ്രതീകാത്മക വിനിമയം എന്നോ അടയാളങ്ങളുടെ വിനിമയം എന്നോ അടയാള വിനിമയം, പ്രതീക വിനിമയം എന്നൊക്കെ പറയാം. അതായത് ഈ ഭാഷയിൽ വസ്തു ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ അനുഭൂതി ഇല്ല. നേരെ മറിച്ച് ഒരു പ്രതീകമാണുള്ളത്, ഒരു അടയാളമാണ്. ഈ അടയാളം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ പ്രതീകാത്മക വിനിമയത്തിൽ ശരി ഉപകരണത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഭാഷ. ഇവിടെയുള്ള ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വായുമണ്ഡലം, അതേപോലെ തന്നെ നമ്മളെ വായയിലെ വായുമണ്ഡലത്തെ ക്രമീകരിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന നാവ്, വായുമണ്ഡലം. പിന്നെ ഇവിടെയുള്ള വായുമണ്ഡലത്തിൽ തരംഗങ്ങൾ, ഈ ശബ്ദതരംഗങ്ങളുടെ ആവൃത്തിയെ നിയന്ത്രിക്കാനുള്ള ഈ വായുമണ്ഡലത്തിൻ്റെ കഴിവ്, ഇതൊക്കെ, അതേപോലെ തന്നെ അതിലൂടെ പുറത്തേക്ക് വരുന്ന വായു, ഇതൊക്കെ കൂടി ഉള്ളതാണ് യഥാർത്ഥത്തിൽ ഈ
ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഭാഷ. ആദ്യം ഒരു വാക്ക്, ആ വാക്കുമായിട്ട് ഒരു വസ്തുവിനെ ബന്ധപ്പെടുത്തുന്നു. പിന്നീട് ആ വസ്തുവിന് പകരം ഈ വാക്ക് ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭാഷ ഉരുത്തിരിയുന്നത്. അങ്ങനെ ഈ ഭാഷ പ്രധാനമായിട്ടും പറയാനുള്ള കാരണം, പ്രത്യേകിച്ചും പരാമർശ വിധേയമാകാനുള്ള കാരണം, മനുഷ്യൻ്റെ വിധി തന്നെ നിശ്ചയിച്ച, മനുഷ്യൻ്റെ ഫെയ്റ്റ് നിശ്ചയിച്ച ഏറ്റവും പ്രധാന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭാഷയാണെന്ന് തന്നെ പറയാം. മറ്റ് ജന്തുക്കൾക്കൊക്കെ അവരുടെ ആശയങ്ങൾ വിനിമയം ചെയ്യാൻ അൺഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഭാഷ ഉണ്ടെങ്കിൽ പോലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുഭൂതികളുടെ തലത്തിലുള്ള ഒരു ഭാഷ ഉണ്ടെങ്കിൽ പോലും, ഇത്രത്തോളം പ്രകടമായ വ്യത്യസ്തമായ ഒരു ഉപകരണം മറ്റ് ഒരു ജീവജാതിക്കും ജീവൻ്റെ പതിപ്പുകൾക്കും ഇല്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ആദ്യമൊക്കെ നമുക്ക് മുന്നിലുള്ള ത്രെട്ടിനെ അല്ലെങ്കിൽ ആശയത്തെ അല്ലെങ്കിൽ വസ്തുവിനെ ഒക്കെ അതിനെക്കുറിച്ചുള്ള അറിവ് പങ്കുവെക്കാനാണ് ഇത് ഉപയോഗിച്ചതെങ്കിലും കാലാന്തരത്തിൽ അതിനും ഭയങ്കരമായ മാറ്റങ്ങളും പുരോഗതിയും ഉണ്ടായി. അത് ഭൗതിക വസ്തുക്കളുടെ തലം കഴിഞ്ഞ് ആശയങ്ങൾ, അഭിലാഷങ്ങൾ, സ്വപ്നങ്ങൾ, അഭൗതിക ആശയങ്ങൾ, ഭൗതികമായ യാതൊരു അടിത്തറയില്ലാത്ത ആശയങ്ങൾ, ഇതൊക്കെ തന്നെ വിനിമയം ചെയ്യാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ കഴിവ് ഈ പുതിയ ഉപകരണത്തിനുണ്ടായി. അതോടുകൂടി ഉണ്ടായ ഒരു വലിയ ഗുണം എന്താ വെച്ചാൽ മനുഷ്യൻ ഈ ഭാഷ എന്ന ഉപകരണം മെനഞ്ഞെടുത്തതോടുകൂടി, ഉപയോഗിച്ച് തുടങ്ങുന്നതോടുകൂടി കാലാന്തരത്തിൽ അവന് ആശയങ്ങളുടെ ഒരു പ്രപഞ്ചം തന്നെ, സ്വപ്നങ്ങളുടെ ഒരു പ്രപഞ്ചം തന്നെ അവന് ഉണ്ടാക്കാൻ കഴിഞ്ഞു നിർത്തും. ആ അഭൗതികമായ പ്രപഞ്ചത്തിൻ്റെ നിർമ്മാതാവും അതേപോലെ ഉടമസ്ഥനും കൈകാര്യകർത്താവും ഒക്കെ ആയി അവൻ മാറുന്നതാണ്. ഈ ആശയപ്രപഞ്ചത്തിൽ സമഗ്ര മേഖലയിൽ അവൻ്റെ ഭൗതിക സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട, ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലേക്കും അവൻ്റെ ലോകം വികസിക്കാൻ ഈ ഭാഷ കൊണ്ട് സാധിച്ചു. അതായത് ഭാഷ കാലക്രമേണ അവൻ്റെ ലോകത്തിൻ്റെ അധിപനാക്കി, അവൻ്റെ സ്വന്തം ലോകത്തിൻ്റെ, അവൻ്റെ സ്വന്തം സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയാക്കി ഈ ഭാഷ അവനെ ആക്കി. അതോടുകൂടി ഈ ആശയലോകത്തിൽ അവന് വളരെയധികം അവൻ്റെ ഭൗതിക മുന്നേറ്റങ്ങൾക്ക്, സാമൂഹ്യ ബന്ധങ്ങൾക്ക്, സാമൂഹ്യ പുരോഗതിക്ക് ഒക്കെ സഹായിച്ച ഒരു കാര്യമാണ്, ഒരു ഉപകരണമാണ് ഭാഷ. ഈ എല്ലാ ഉപകരണങ്ങൾക്കും ഉള്ള ഒരു ഗുണം, അതുകൊണ്ട്
പ്രയാസമേറിയ ഒരു കാര്യം അതിൻ്റെ ആയാസത്തെ, ആ പ്രയാസത്തെ കുറക്കാൻ അതിന് കഴിയുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ആശയങ്ങൾ കൈമാറാനും ആ ആശയലോകത്തിൻ്റെ അധിപനാവാനും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞതോടുകൂടി തന്നെ ഉണ്ടായ ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ആശയങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഭൗതികമായ അടിത്തറ ഉണ്ടെങ്കിലും അതൊക്കെ അഭൗതികമാണ്. ഭൗതികമായ എന്തെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ആശയത്തിലേക്ക് എത്തുകയാണെങ്കിൽ, ഇപ്പോൾ നിലവിലുള്ള ഇവിടെയുള്ള എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് രൂപമായിട്ടാണ് നമ്മൾ എത്തുള്ളെങ്കിൽ പോലും അത് അഭൗതികമായൊരു വസ്തുവാണ്. അതോടുകൂടി ഉണ്ടായൊരു വലിയ സത്യം, അവൻ്റെ ഈ ആശയലോകം എന്ന അവൻ്റെ സാമ്രാജ്യം അവൻ്റെ സ്വന്തമായി മാത്രമല്ല, അതോടുകൂടി ഒരു പുതിയ ജീവിവർഗത്തിൻ്റെ, സ്പെഷീസിൻ്റെ ഉദയമായി നടത്തും. അതായത് അതുവരെ മറ്റൊരു ജന്തുവിനും സാധിക്കാത്ത ഒരു സ്വന്തമായ പ്രപഞ്ചം തന്നെ അവനുണ്ടായി. എന്താണ്? ആശയപ്രപഞ്ചം അല്ലെങ്കിൽ അഭൗതിക പ്രപഞ്ചം. ഈ അഭൗതിക പ്രപഞ്ചത്തിൻ്റെ മുടിചൂടാവന്നനായി അവൻ. മാത്രമല്ല അതിലൂടെ അവന് ഒരു അതിൻ്റെ നെഗറ്റീവായിട്ടായിരിക്കണം. അപ്പോൾ എല്ലാ ഉപകരണങ്ങൾക്കും അതിൻ്റേതായ പ്രത്യക്ഷത്തിൽ അതിൻ്റെ ഗുണവും സൗകര്യവും ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ആഘാതം എന്നുള്ള നിലക്ക് അതിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും തലത്തിൽ അതിൻ്റെ ഒരു തിരിച്ചടി ഉണ്ട് എന്നാണ് ഫ്രെഡറിക് എംഗൽസ് വരെ പറഞ്ഞത്. അതുപോലെ ഈ ഭാഷക്കുണ്ടായ അപകടം എന്താ വെച്ചാൽ, ഈ അഭൗതിക പ്രപഞ്ചം അല്ലെങ്കിൽ ആശയപ്രപഞ്ചം, ആത്മീയ പ്രപഞ്ചം അവന് സ്വന്തമാക്കാൻ കഴിഞ്ഞെങ്കിലും അവന് ലോകത്തെ മറ്റൊരു ജീവിക്കും കഴിയാത്ത, മറ്റൊരു ജീവിക്ക് നിഷ്പ്രയാസം തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തി അവൻ നേടി. എന്താണ് ശക്തി? ഏതൊരു ശക്തി, ദൈവത്തെ പോലും തോൽപ്പിക്കാൻ അവനായി. എന്തിന്? അതാണ് നുണ പറയാനുള്ള കഴിവ്. ഇല്ലാത്തത് പറയാനുള്ള കഴിവ് മനുഷ്യന് നേടിക്കൊടുത്തത് ഈ ഭാഷയാണ്. അവൻ നിർമ്മിച്ച ഈ ഭാഷയാണ്. അതായത് ഈ ആശയങ്ങളുടെ വിനിമയത്തിനായിട്ട് ഉണ്ടായ പ്രതീകങ്ങൾ ഭൗതിക ആശയത്തിന് വേണ്ടിയിട്ട് ആണ് ആദ്യം ഉണ്ടായതെങ്കിൽ പിന്നെ ഭൗതികമല്ലാത്ത വസ്തുക്കൾക്കുണ്ടായി. പിന്നെ ഭൗതികമായതില്ലാതെ തന്നെ അത് ഉള്ളതായിട്ട് അവതരിപ്പിക്കാൻ അവന് ഈ ഭാഷ ഉണ്ടായി. അതായത് നുണയുടെ ഒരു പ്രപഞ്ചം, ഇല്ലാത്ത ഒരു പ്രപഞ്ചം തന്നെ ഈ ഭാഷയിലൂടെ അവനുണ്ടാക്കാൻ കഴിയും. ഈ ഭാഷ കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് അഭൗതിക പ്രപഞ്ചത്തിലെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വാക്കുകളും സംഖ്യകൾ മാത്രമേ ഇല്ലാത്തതിന് വരെ അവൻ ഭാഷയിലൂടെ വിനിമയം ചെയ്യാൻ കഴിഞ്ഞു. അതായത് ഇല്ലാത്ത പൂജ്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒന്നിനുള്ള ഒരു പ്രതീകമാണ്. അതുപോലും അത് കഴിഞ്ഞതോടുകൂടി തന്നെ ഉണ്ടായ മാറ്റം നിങ്ങൾക്കറിയാം. ലോകത്താകെ തന്നെ മനുഷ്യൻ്റെ ശാസ്ത്രീയമായ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും സാർത്ഥകമായ ഒരു കണ്ടുപിടുത്തമാണ് ഇല്ലാത്ത
ഒരു കാര്യത്തിന് ഒരു ഇല്ലാത്ത സംഖ്യക്കുള്ള പ്രതീകമായ 0. അപ്പം എന്തായാലും അതോടുകൂടി അവൻ നുണ പ്രപഞ്ചത്തിൻ്റെ മുടിചൂടാമന്നനായി ദൈവത്തെ, അവൻ്റെ സങ്കല്പത്തിലുള്ള ദൈവത്തെ പോലും നിഷ്പ്രയാസം തോൽപ്പിക്കാൻ, ഈ നുണയുടെ കാര്യത്തിൽ തോൽപ്പിക്കാൻ അവന് കഴിവ് നേടിയെന്നർത്ഥം. അപ്പോൾ ദൈവത്തിന് നുണ പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ അതോടുകൂടിയാണ് മനുഷ്യ സമൂഹത്തിൽ തന്നെ ഈ നുണയുടെ ഉപയോഗം, നുണ പറയാനുള്ള കഴിവാണ് പിന്നീട് അവൻ്റെ സാമൂഹ്യ വികാസത്തിനും സാമൂഹ്യ ബന്ധങ്ങൾക്കും സാമൂഹ്യ മാറ്റങ്ങൾക്കും പ്രധാനമായി അടിപ്പടവായത്. സാമൂഹ്യ സാമ്പത്തിക വിവേചനത്തിന്, ഉച്ചനീചത്വങ്ങൾക്ക്, ലിംഗ അസമത്വത്തിന്, ഇതിനൊക്കെ യഥാർത്ഥ അടിപ്പടവായ ഉപകരണം ഈ ഭാഷയാണ്. ഈ ഭാഷയാണ് പിന്നീട് സ്വകാര്യ സ്വത്തിനും കാരണമായ ഭവിച്ചത് നടത്തും. അതായത് ഒരു പ്രദേശത്തെ കുറേ വിഭവങ്ങളുണ്ട്, ജീവിക്കാൻ ആവശ്യമായ വസ്തുക്കൾക്കാണ് നമ്മൾ വിഭവങ്ങൾ. അപ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് വിഭവങ്ങൾ തികയാതെ വരുമ്പോൾ, ഒരു റിസോഴ്സ് ക്രഞ്ച് അനുഭവപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സ്വകാര്യ സ്വത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. ആ ചിന്ത എങ്ങനെ എത്തും? അതോടുകൂടിയാണ് മറ്റൊരാൾ ചൂഷണം ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നത്, സ്വകാര്യ സ്വത്തിൻ്റെ അനിവാര്യത വരുന്നത്. മാത്രമല്ല ആളുകളുടെ എണ്ണം കുറയ്ക്കേണ്ടി വരുന്നത്. എല്ലാവർക്കും കൂടിയും ജീവിക്കാൻ അവിടെ അവസരമില്ലെങ്കിൽ, അതിനുള്ള വിഭവങ്ങൾ സാധ്യമല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ തന്നെ, കാരണം നിലനിൽപ്പ് എന്നതാണല്ലോ ഏറ്റവും പ്രധാനം, ആ നിലനിൽപ്പ് തന്നെ അപകടത്തിൽപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ജനസംഖ്യ കുറക്കണം. അപ്പോൾ ഒരു വിഭാഗീയമായ ഒരു തത്വസംഹിത വേണം. ഇപ്പോൾ പല മതങ്ങൾക്കും നിങ്ങൾക്ക് കാണാം, തൻ്റെതല്ലാത്ത മറ്റു മതങ്ങളൊക്കെ തെറ്റാണെന്നും അവർക്കൊന്നും മനുഷ്യാവകാശങ്ങളൊന്നും ആവശ്യമില്ലെന്നും അതിന് പറ്റിയ ഒരു ദൈവത്തിൻ്റെ സന്തതികളാണ് നമ്മളെന്നും ഒക്കെയാണല്ലോ അതിൻ്റെ തിയറികൾ. എന്തായാലും ഈ ഭാഷ കൊണ്ടാണ് ഇതൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞതും. മാത്രമല്ല ഇപ്പോൾ നമുക്കൊക്കെ തന്നെ, നിങ്ങൾക്കൊക്കെ കാണാവുന്നതാണ്, ഈ സെമിറ്റിക് മതങ്ങളൊക്കെ അവിടെയൊക്കെ തന്നെ വളരെ ശുഷ്കമായ ജീവിത സാഹചര്യങ്ങൾ, ഫ്ലോറ ആൻഡ് ഫൗന അല്ലെങ്കിൽ ജന്തുജന്യ സമൃദ്ധി വളരെ കുറഞ്ഞ മേഖലയാണ് ഈ ജുദായിസം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി മുതലായൊക്കെ ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങൾ. അവിടെയൊക്കെ തന്നെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അവരുടെ മതം മാത്രം ശരി, മറ്റുള്ള മതങ്ങളിലുള്ളവർക്കൊന്നും തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യാവകാശങ്ങൾ ഇല്ല. കാരണം അവിടെ അതിന് വേണ്ട ജീവന വിഭവങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, വേണ്ടത്ര സൂര്യപ്രകാശമില്ല. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ തന്നെ മരുഭൂമിയാണ്, സസ്യജാലങ്ങളില്ല. സസ്യജാലങ്ങളാണല്ലോ യഥാർത്ഥത്തിൽ
ജീവൻ്റെ അടിത്തറയാവുന്ന ഊർജം സംഭരിക്കുന്ന, ഊർജം കൊയ്യുന്ന പച്ചിലകൾ അവരുടെ ഉള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ സ്ഥായിയായ അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന റിസോഴ്സ് ക്രഞ്ചാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായ മതങ്ങളൊക്കെ തന്നെ. ആ മതങ്ങൾ മാത്രം ശരി, ഏകദൈവം, ഒരേ ദൈവം അല്ലാത്തത് ആലോചിച്ചാൽ പോലും അവനൊക്കെ ഒഴിവാക്കണം എന്ന രീതിയിലുള്ള ഒരു വിശ്വാസങ്ങൾ ഉരുത്തിരിയാനുണ്ടായ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ സ്വത്തുണ്ടായി. ഈ സ്വകാര്യ സ്വത്ത് എല്ലാവർക്കും, അപ്പോൾ സ്വകാര്യ സ്വത്ത് ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ അത് സംഭരിച്ചു വെക്കാൻ കഴിയും. സംഭരിച്ചു വെക്കുമ്പോൾ ഒരാൾക്ക് കഴിവുള്ളവനെ വളരെ കൂടുതൽ സംഭരിക്കാം. അപ്പോൾ ഇപ്പോഴും നമുക്ക് കാണാം, 1% ജനസംഖ്യയുടെ കയ്യിലാണ് 10-40% ആ സമൂഹത്തിൻ്റെ, ആ ദേശരാഷ്ട്രത്തിൻ്റെ മുഴുവൻ സമ്പത്തിൻ്റെയും 10-40% ആവുന്ന ഒരവസ്ഥ ഇന്ന് പോലും നിലവിലുണ്ട്. അപ്പോൾ അതിനൊക്കെ അത് ഈ സ്വകാര്യ സ്വത്ത് എന്ന ആശയം കടന്നുകൂടിയതിന് ശേഷം ഉണ്ടായതാണ്. നേരെ മറിച്ച് അങ്ങനെയുള്ള ഒരു ആശയം ഇന്നും പല ആദിവാസി സമൂഹങ്ങളിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആർത്തിയില്ല. കൂടുതൽ ഉണ്ടാക്കണം, സംഭരിക്കണം എന്ന മോഹം നമ്മൾ എത്ര ആവശ്യമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തിയാലും സാധാരണ എനിക്ക് പരിചയമുള്ള പല ആദിവാസികൾക്കും അതങ്ങോട്ട് ബോധ്യപ്പെടാറുമില്ല. അവരൊരാൾക്ക് ആവശ്യമാണെങ്കിൽ അപ്പോൾ അത് കൊടുക്കും. അങ്ങനെയുള്ള, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയാണ് അവിടെ ഉണ്ടാവുന്ന മതങ്ങളുടെയും തത്വശാസ്ത്രങ്ങളുടെയും ജീവിത രീതികളുടെയും കണക്കാക്കുന്നത്. അതല്ലാതെ അത് മുകളിൽ നിന്ന് പുറത്തുനിന്ന് വന്ന ഒരാൾ ഇങ്ങോട്ട് കെട്ടിയിറക്കിയതൊന്നുമല്ല എന്ന് ബോധ്യപ്പെടുത്താനും, അതൊക്കെ തന്നെ ഭാഷയുടെ ഒരു ഉൽപ്പന്നമാണ്. ഭാഷ എന്നത് മനുഷ്യനിർമ്മിതമാണ്. ആ മനുഷ്യനിർമ്മിതമായ ഭാഷയിലാണ് ഈ കാര്യങ്ങൾ. നേരെ മറിച്ച് നമ്മൾ കക്കൂസ് പോകുന്നതിന് അല്ലെങ്കിൽ പിന്നെ ഒരു അപ്പിശങ്ക ഉണ്ടാവാൻ അതിലൊരു ഭാഷയുടെ ആവശ്യമില്ല. അതിന് പ്രകൃതിയുടെ ഭാഷയെ വേണ്ടുള്ളൂ. അതിലൊരിക്കലും കളവ് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഈ ഭാഷയിൽ അങ്ങനെ ഉള്ളതും ഇല്ലാത്തതും പറയാൻ കഴിയും, നുണ പറയാൻ കഴിയും. അങ്ങനെ നുണയുടെ ഒരു സാമ്രാജ്യം നമുക്ക് ഈ ഭാഷയിലൂടെ കിട്ടി നടക്കും. അതിലൂടെയാണ് മറ്റുള്ള എല്ലാ ആകെ എത്ര വിഭവങ്ങളുണ്ടോ അത് ചില ആൾക്കാർ മുഴുവൻ കഴിവും പ്രാപ്തിയുള്ളവർ സ്വന്തമാക്കുന്നു. അങ്ങനെ അത് സ്വന്തമാക്കുന്നിട്ട് മറ്റുള്ളവരെ അടിമയാക്കുന്നു, അല്ലെങ്കിൽ ആശ്രിതനാക്കുന്നു. ഇതാണ് ലോകത്ത് ഇത്ര കാലം നടന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചു പോവാൻ ബുദ്ധിയുള്ള, വിവേകമുള്ള മനുഷ്യന് കഴിയും. ആ വിവേകത്തിൻ്റെ ലോകത്തേക്ക് മനുഷ്യൻ മെല്ലെ മെല്ലെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടക്കാനുള്ള ഒരു ടൂളാണ് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന മാർക്സിസം, അല്ലെങ്കിൽ സോഷ്യലിസം, അല്ലെങ്കിൽ കമ്മ്യൂണിസം, അല്ലെങ്കിൽ ജനാധിപത്യം. ഇതൊക്കെ തന്നെ ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ സാമൂഹ്യ വികാസത്തിൽ, സാമൂഹ്യ പരിണാമത്തിലെ വളരെ പ്രധാനപ്പെട്ട പടവുകളാണ്. ജനാധിപത്യം, സോഷ്യലിസം, കമ്മ്യൂണിസം,
ഇതൊന്നും പലതിലും പല അപാകതകളും അവർ ജനിച്ച വളർന്ന സാമൂഹ്യ പ്രാദേശിക സാഹചര്യങ്ങൾക്ക്, സാംസ്കാരിക സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുണ്ടാവുന്നുള്ളതല്ലാതെ അതിൽ നിന്ന് ശരിയായത് മാത്രമേ നമ്മൾ ഇപ്പോൾ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ മുമ്പുണ്ടായിരുന്ന പൂർവഗാമികളിൽ നിന്ന് ശരിയായത് മാത്രം എടുത്താൽ മതി, തെറ്റായത് നിങ്ങൾ അവഗണിച്ചോളൂ. ആ രീതിയിലാണ് നമ്മൾ മാർക്സിനെയും തത്വശാസ്ത്രങ്ങളെയും മതങ്ങളെയും ആശയങ്ങളെയും എല്ലാം കാണേണ്ടത്. അങ്ങനെ കാണുന്നതാണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും അതിൻ്റെ പുതിയ രൂപമായ സാമാന്യ ആപേക്ഷികത സമീപനവും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൽ നമുക്കറിയാം, ഈ സ്വകാര്യ സ്വത്ത് വന്നതോടുകൂടിയാണ് മനുഷ്യനെ കീഴടക്കാനും മറ്റുള്ളവരെ കവർച്ച ചെയ്തെടുക്കാനും, അങ്ങനെ ചെറിയ കവർച്ചാ സംഘത്തിൽ നിന്ന് വലിയ കവർച്ചാ സംഘമായ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങളും ചക്രവർത്തിമാരും ഉടലെടുക്കാനും ഒക്കെ ഉണ്ടായ കാരണം. അതിൻ്റെ മറ്റൊരു വിപുലീകൃത രൂപമാണ് 14-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ ഈ റിസോഴ്സ് ക്രഞ്ച് സ്ഥായിയായ റിസോഴ്സ് ക്രഞ്ച് അനുഭവപ്പെടുന്ന സമൂഹങ്ങൾ ആണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ അവരെ പുരോഗതിക്കുള്ള നിദാനമായ ഒരു പ്രധാന കാരണം അവർക്ക് തികയാത്തത് കൊണ്ട് തന്നെയായിരുന്നു. അവരുടെ റിസോഴ്സസ്, അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന റിസോഴ്സസ് അവർക്ക് തികയും. അപ്പോൾ തന്നെ അവർക്ക് മറ്റുള്ളവർ പിടിച്ചെടുക്കണം, കവർന്നെടുക്കണം, എന്നാലേ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പം മറ്റുള്ളവരെ കീഴടക്കാൻ, വിജയിക്കാൻ, തോൽപ്പിക്കാൻ എന്തൊക്കെ വേണം എന്നത് നിരന്തരമായ അന്വേഷണത്തിലായിരുന്നു അവർ. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മറ്റവരെ കീഴടക്കാനും, ചതിപ്രയോഗമാണെങ്കിലും ശരിയായ ശാസ്ത്രീയ പ്രയോഗമാണെങ്കിലും നേരിട്ടാണെങ്കിലും പിന്നിലൂടെ ആണെങ്കിലും മുന്നിലൂടെ ആണെങ്കിലും ഏത് രീതിയിലും എതിരാളിയെ തോൽപ്പിക്കാനും അവരുടെ റിസോഴ്സസ് കവർന്നെടുക്കാനും ഉള്ള ടെസ്റ്റ് ട്യൂബുകളായിരുന്നു യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. അതിൻ്റെ ക്രൂസിബുകൾ, പരീക്ഷണ യാനങ്ങളായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. എങ്ങനെയൊക്കെ മറ്റുള്ളതിനെ കീഴടക്കാം, കവർച്ച ചെയ്യാം, നമുക്ക് സ്വയം ജീവിക്കാം എന്ന ഒരു സ്ഥായിയായ അന്വേഷണം അവരെ, യൂറോപ്യന്മാരെ, ലോകം മുഴുക്കെ കീഴടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ശാസ്ത്ര സാങ്കേതിക രംഗം വളർച്ചയെത്തിയതോടുകൂടി അവർക്ക് സാധ്യമായി. യഥാർത്ഥത്തിൽ അതിന് അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒന്ന് വെടിമരുന്നാണ്. ഈ വെടിമരുന്ന് എത്രയോ മുമ്പ് തന്നെ ചൈനക്കാർ കണ്ടെത്തിയിരുന്നു. അത് അവരുടെ യാനങ്ങളുടെ കാര്യത്തിലും അല്ലെങ്കിൽ കപ്പൽ നിർമ്മാണ രംഗത്തും ചൈനക്കാർ എത്രയോ മുന്നിലായിരുന്നു, ഇന്ത്യക്കാരും എത്രയോ മുന്നിലായിരുന്നു. പക്ഷേ ഈ ഇന്ത്യക്കാരനും ചൈനക്കാരനും മറ്റൊരു രാജ്യം കീഴടക്കണം എന്ന ത്വര അവരുടെ രക്തത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ
അവരുടെ സംസ്കാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഇത് ഒരു യാനത്തിൽ ഘടിപ്പിച്ച് പീരങ്കികളാക്കി മറ്റുള്ള രാജ്യങ്ങളിലെ തലസ്ഥാനങ്ങളിലും ടൗണുകളിലും കൊണ്ടുപോയി അവരെ ഭയപ്പെടുത്തി അവരെ നശിപ്പിച്ച് കീഴടക്കി സ്വന്തമാക്കാൻ എത്രയോ വലിയ ശക്തികളായിരുന്നു നമ്മുടെ മുഗളന്മാരും മറാഠകളും ഒക്കെ ഇന്ത്യയിലുള്ള രാജാക്കന്മാർ. എന്നിട്ട് ഇത്രയും ചെറിയ ഒരു ഇംഗ്ലണ്ടിന് നമ്മളെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ കീഴടക്കാൻ കഴിഞ്ഞെങ്കിൽ വിത്ത് ഹുക്ക് ഓർ ക്രൂക്ക് എങ്ങനെയാണെങ്കിലും കഴിഞ്ഞെങ്കിൽ അതിന് അവരുടെ ചരിത്രം തന്നെ, അവരുടെ ആ റിസോഴ്സ് ക്രഞ്ച് മൂലമുള്ള അവരെ കീഴടക്കാനുള്ള അവരുടെ ടെക്നോളജിയുടെ അവരുടെ വൈഭവത്തിൻ്റെ കഴിവ് തന്നെയാണ് എന്നതാണ് സത്യത. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ അങ്ങനെ ഒക്കെ ഉള്ള ഒരവസ്ഥയിലും യഥാർത്ഥത്തിൽ മനുഷ്യന് ഈ സമത്വം എന്ന ആശയം മെല്ലെ മെല്ലെ അവനിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിനിടയിൽ തന്നെ അതായത് കീഴടക്കുന്നതിൻ്റെ ത്വരയുടെ കൂടെ തന്നെ സ്വാഭാവികമായ ശാസ്ത്രീയമായ ഉപകരണങ്ങളുടെ വികാസത്തിനനുസരിച്ച് സാമൂഹ്യമായ ബന്ധങ്ങളിലും അതിനു പറ്റിയ രീതിയിലുള്ള മാറ്റങ്ങൾ മെല്ലെ ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഈ ഉപകരണങ്ങളാണ് അടിത്തറ എന്ന് ശരിയാണ്, ഈ സമൂഹത്തിൻ്റെ ജീവിതശൈലിക്ക് കാരണം എന്നതും ആ കാരണം എന്നും പുരോഗതിയിലേക്ക് അവനെ നയിക്കുമെന്നും ഉള്ള ആശയം അടിയറ വെക്കാൻ അടിത്തറയാണെന്ന് ഉറപ്പിക്കാനാണ്. അതായത് ഈ ഭാഷ എന്നത് ആണ് മനുഷ്യന് ഇത്രത്തോളം അഭൗതികമായ ആശയങ്ങളുടെ ഒരു പരമ്പരയുടെ ഉടമസ്ഥനാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഈ ഭാഷ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും സത്യമായിക്കൊള്ളുന്നില്ല. സത്യവും അസത്യവും ഒരേപോലെ വിതരണം ചെയ്യാൻ കഴിയുന്ന, ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് മനുഷ്യൻ്റെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ എന്നും ഈ ഭാഷ മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തിന്, അവൻ്റെ ശാസ്ത്ര സാങ്കേതിക വികാസത്തിന് വളരെ കൂടുതൽ സഹായിച്ചിട്ടുണ്ട് എന്നുമാണ്. അപ്പോൾ ഞാൻ ഈ അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മാർക്സിസത്തിൻ്റെ വരവും അതിനുള്ള കാരണങ്ങളും അതിന് ശാസ്ത്ര സാങ്കേതിക മേഖലയിലുണ്ടായ വികാസവും അതനുസരിച്ച് സാമൂഹ്യ ബന്ധങ്ങളിലും സമൂഹങ്ങളിലും ഉണ്ടാക്കിയ മാറ്റങ്ങളെയും കുറിച്ചിട്ടാണ്. എന്തായാലും ഈ ആശയങ്ങളിൽ പൂർണ്ണമായ ശരിയാണ് എന്നൊന്നും എനിക്കറിയില്ല. മാത്രമല്ല ഇതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മാത്രമല്ല ഈ സംവാദത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം അഭ്യർത്ഥിക്കുന്നു. ഇതിനെ കൂടുതൽ സമ്പന്നമായ, സന്തുഷ്ടമായ, ആനന്ദകരമായ ഒരു സമൂഹ സൃഷ്ടിക്കായിട്ട്
നമുക്ക് എങ്ങനെ ആശയപരമായിട്ടെങ്കിലും ഉപയോഗിക്കാം എന്ന ഒരു സംവാദമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ പരമാവധി പങ്കുവെക്കുക. നമ്മൾ ധ്രുവറാട്ടി പറഞ്ഞ പോലെ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക, അതിനെക്കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണം നടത്തുക. തമ്മിൽ ഈ ഞാൻ പറഞ്ഞ മണ്ടത്തരങ്ങളും ഞാൻ പറഞ്ഞ ഇതിലുള്ള ആശയങ്ങളും ചർച്ച ചെയ്യുക. പറ്റുന്നതൊക്കെ എന്നെ അറിയിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.